ഇന്ന് രാവിലെ നമ്മളൊരു മൗനപൂർവ്വം ഇരിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. കുറച്ച് സൗണ്ട് കൂട്ടണോ? കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണല്ലോ അല്ലേ? ഒരു 5 മിനിറ്റ് നമുക്ക് ഇരുന്നിട്ട് തുടങ്ങാം. ഫോണ് സൈലൻറ്റ് മോഡ് ആക്കാത്തവരുണ്ടെങ്കിൽ ആക്കണം. മറന്നു പോയിട്ടുണ്ടാവും. അല്ല, ഒന്ന് കഴിയുന്നത്ര എല്ലാവരും ഒന്ന് നിവർന്നിരുന്നാൽ 5 മിനിറ്റേ ഇരിക്കണ്ടുള്ളൂ. വെറുതെ ഒന്ന് കണ്ണടച്ച് വളരെ സൗമ്യമായിട്ട് കണ്ണടയ്ക്കുക. കണ്ണടച്ചിട്ട് കണ്ണയച്ചു വിടണം. കണ്ണടച്ച് ഇരിക്കരുത്. കണ്ണടച്ചിട്ട് കണ്ണിനൊന്നങ്ങ് അയയ്ക്കുക. അപ്പം ഇങ്ങനെ ഉള്ളിൽ കണ്ണ് മെല്ലെ തുറന്നിരിക്കും. അങ്ങനെ ആയിരിക്കുക. നിവർന്നിരിക്കുക. കൈയൊക്കെ ഏറ്റവും അയച്ചു വിടുക. ശരീരത്തെയും മനസ്സിനൊക്കെ പരമാവധി അയയാൻ അനുവദിക്കുക. പരമാവധി പുറത്തേക്ക് നോക്കുക, ഉള്ളിലേക്ക് നോക്കരുത്. നമ്മളുടെ ഉള്ളിലേക്കല്ല, നമ്മുടെ ഇന്ദ്രിയങ്ങളെയും ഉള്ളിൽ നമ്മൾ അനുഭവിക്കുന്നതായ മനസ്സിനെ, ബുദ്ധീനെ ഒക്കെ പുറത്തേക്ക് തുറന്നു വെച്ച മാതിരി ഇരിക്കുക. ആ ചെറിയ ചെവിടിൻ്റെ ശബ്ദം, പക്ഷിയുടെ ശബ്ദം, ചെറിയ കാറ്റ്, ആളുകൾ സംസാരിക്കുന്നത് എല്ലാം കേൾക്കണം, അനുഭവിക്കണം. നമ്മളിലേക്ക് മാത്രം നോക്കാതിരുന്നാൽ മതി. ബാക്കിയെല്ലാം നമ്മൾ തുറന്നറിഞ്ഞാൽ മതി. ഏറ്റവും ചെറിയ അനുഭവം മുതൽ ഏറ്റവും അകലെ നിന്ന് കേൾക്കുന്ന വണ്ടിയുടെ ശബ്ദം, ആളുകളുടെ ശബ്ദം, ചെവിടിൻ്റെ ശബ്ദം, അത് ഓരോന്നോരോന്ന് കൂടുതൽ നമ്മൾ കേൾക്കാൻ തുടങ്ങും. അത്രയ്ക്കും നമ്മൾ പുറത്തേക്ക് നമ്മളെ തിരിച്ചു വയ്ക്കണം. എല്ലാ കണ്ണും പുറത്തേക്ക് തുറക്കണം. എന്നിട്ട് പൂർണ്ണമായിട്ട് അയഞ്ഞിരിക്കണം.
ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ധിക്ക് ഒരു ആവിവൻ തോണി നിൻ പദം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്ക് പോൽ ഉള്ളം നിന്നിലസ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ. ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്ന് ഉള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകും ആര്യനും. നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല ഓതും മൊഴിയും ഓർക്കിൽ നീ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം. പുകഴ്ത്തുന്നു ഞങ്ങൾ അങ്ങു ഭഗവാനേ. ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവനപരായണ. ജയിക്കുക ചിദാനന്ദ
ദയാസിന്ധോ ദയാസിന്ധോ ജയിക്കുക. ആഴമേറും നിൻ മഹസ്സാം ആഴിയിൽ ഞങ്ങൾ ആകവേ ആഴണം വാഴണം നിത്യം. വാഴണം വാഴണം സുഖം. ആഴമേറും നിൻ മഹസ്സാം ആഴിയിൽ ഞങ്ങൾ ആകവേ ആഴണം വാഴണം നിത്യം. വാഴണം വാഴണം സുഖം. പ്രിയമുള്ള എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ മറ്റൊരു ഘട്ടം പൂർത്തിയാവുകയാണ്. ഏതോ ഒരു മുറിയിൽ കോവിഡ് ബാധിച്ച് പുറത്തിറങ്ങാൻ പറ്റാതിരുന്ന 2 പേരുടെ അപേക്ഷയിൽ നിന്ന് തുടങ്ങിയതാണ് ഫേസ്ബുക്ക് ലൈവ്. ഞാനെന്നും അവരെ നന്ദിയോടെ ഓർക്കും. ഇപ്പോഴും ഇവിടെ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ആ ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിൽ ഇനി മുൻപോട്ടേക്ക് ജീവിതമില്ല എന്ന് 100% ഉറപ്പിച്ചിരിക്കുന്ന സമയത്ത് ലോകത്ത് മുഴുവൻ കോവിഡ് പടർന്ന് ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുഹൃത്തുക്കൾ മുറിയിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞ് വാതിൽ അടച്ചുപൂട്ടി അകത്തേക്ക് ഭക്ഷണം തുറന്ന് എറിഞ്ഞു കൊടുക്കുന്ന മാതിരി അകറ്റി മാറ്റി നിർത്തിയിരുന്ന സമയത്ത് ഇനി ഒരിക്കലും ജീവിക്കില്ല, അത്രമാത്രം ദുരിതപൂർണമായിട്ടുള്ള ഒരു ജീവിതത്തിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് ഉറപ്പിച്ചിരുന്ന കാലത്താണ് അവർ വിളിക്കുന്നത്. നമ്മളൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഏറ്റവും പ്രതിസന്ധിയിലാവുന്ന സമയത്ത് നമുക്കാകെയുള്ളൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് ആ പ്രശ്നത്തിൻ്റെ പരിഹാരം ആ പ്രശ്നത്തിൽ തേടുന്നതല്ല എന്ന് നമുക്ക് മനസ്സിലാവുന്ന സമയമാണ് അതൊക്കെ. കോവിഡിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടല്ല അവരെന്നെ ഫോൺ വിളിച്ചത്. ജീവിതത്തിൽ വലിയ പ്രതിസന്ധി വന്നിരിക്കുന്നു, മുൻപോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല, ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നും അറിയില്ല. അതുകൊണ്ട് ഷൗക്കത്ത് ഫേസ്ബുക്ക് ലൈവിൽ വന്ന് എന്തെങ്കിലും ഒന്ന് പറയണം. ആ പ്രശ്നത്തിൻ്റെ പരിഹാരം പറയണമെന്നല്ല, ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് പറയണമെന്നല്ല. അപ്പം നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പ്രശാന്തി തരാൻ ആ പ്രശ്നങ്ങൾക്ക് പുറത്ത് മറ്റൊരു സാധ്യത കൂടിയുണ്ട് എന്ന് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ജീവനെ അറിയാം.
ആ അന്വേഷണത്തിന് പറയുന്ന പേരാണ് ആത്മാന്വേഷണം എന്ന്. ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ പരിഹാരമിരിക്കുന്നത് ആ പ്രശ്നത്തിലല്ല. ആ പ്രശ്നത്തിൽ പരിഹരിക്കപ്പെട്ടാലും അടുത്തൊരു പ്രശ്നം അവിടെ ഉണർന്നു വരും, അടുത്ത പ്രശ്നം ഉണർന്നു വരും. അതൊരവസാനമില്ലാത്ത യാത്രയാണ്. ആ യാത്രയ്ക്ക് വേണ്ട ബുദ്ധിയും അറിവും നമ്മൾ വേറെ ആർജിക്കേണ്ടതുണ്ട്. അത് പ്രായോഗിക ജ്ഞാനമാണ്. പക്ഷെ ആ ഒരു പ്രായോഗിക ജ്ഞാനത്തിലേക്ക് എത്താൻ സമാന്തരമായ ഒരു ആത്മജ്ഞാനത്തിൻ്റെ ആവശ്യം നമുക്കുണ്ട്. എന്നെ വല്ലപ്പോഴൊക്കെ ഫോൺ വിളിച്ചിട്ട് ചില സുഹൃത്തുക്കൾ പറയും, ഷൗക്കത്ത് എന്തെങ്കിലും ഒന്ന് പറയുമോ എന്ന്. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ എന്താണ് പറയേണ്ടതെന്ന് ഒരിക്കലും ചോദിക്കാറില്ല. ആ ഫോൺ വിളിയിലുള്ള ഇടറിയ ശബ്ദത്തിലുണ്ട്, ഷൗക്കത്ത് എന്തെങ്കിലും ഒന്ന് പറയുമോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും പറയും. ഞാൻ പറയുന്നത് ആളപ്പം അനുഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് ആളെന്നോട് പറഞ്ഞിട്ടില്ല. അതിൻ്റെ പരിഹാരമല്ല പറയുന്നു. ഞാൻ വായിച്ച ഏതെങ്കിലും പുസ്തകത്തെക്കുറിച്ചോ ജീവിതത്തിൽ ആയിടെയുണ്ടായ ഏതെങ്കിലും അനുഭവത്തെക്കുറിച്ചോ എന്തെങ്കിലും പറയും. അത് പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ പലരും പറയാറുണ്ട്, മതി, സന്തോഷമായി, സമാധാനമായി. ഞാനും ആലോചിക്കാറുണ്ട്, നമ്മളിവിടെ വന്നത്, നമ്മളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം ഉണ്ടാക്കില്ല നമ്മളോട് വന്ന് കൂടിയത്. നഷ്ടമേ ഉണ്ടാക്കും, ലാഭം ഒരിക്കലുമില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ പലതരത്തിൽ പ്രശ്നം അനുഭവിക്കുന്നവരാണ്. ആ പ്രശ്നങ്ങളുടെ പരിഹാരം ഇവിടെ വന്ന് ചർച്ച ചെയ്താൽ ഉണ്ടാവണമെന്നില്ല. ആ പരിഹാരം വേറെ എവിടെയൊക്കെയാണ് കിടക്കുന്നത്. നമ്മുടെ അടുത്ത മൊഴിയാഴം, ആയാസമെല്ലാം അകന്നിടാൻ ആകാശം നോക്കി കിടക്കണം, ആകാശം നോക്കി കിടക്കാനായി ആഗ്രഹമറ്റങ്ങിരിക്കണം എന്നാണ്. ആയാസം അകലണം. നമുക്കൊരുപാട് പ്രയാസങ്ങളുണ്ട്. ശാരീരികമായിട്ടുണ്ട്, മാനസികമായിട്ടുണ്ട്, ബുദ്ധിപരമായിട്ടുണ്ട്, കുടുംബപരമായിട്ടുണ്ട്, രാഷ്ട്രീയപരമായിട്ടുണ്ട്, വിശ്വാസപരമായിട്ടുണ്ട്. പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ആ ഒരു ആയാസം അകന്ന് ഒരു അനായാസത നമ്മളെ വന്ന് പുൽകണമെന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള ഒരു പരിഹാരമാണ് ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്നത്. ഇത് ആകാശം നോക്കി കിടക്കലാണ്. ആകാശം എന്ന് പറയുന്നത് മുകളിൽ മാത്രമല്ല, പുഴ നോക്കിയിരിക്കലും ആകാശം നോക്കി കിടക്കലാണ്. ആകാശത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിരില്ല എന്നുള്ളതാണ്, പരിധിയില്ല എന്നുള്ളതാണ്. മനുഷ്യബന്ധങ്ങളിൽ പരിധിയില്ലാത്ത ആഴം തരുന്ന ഒരേ ഒരു ബന്ധമേ ഉള്ളൂ, അത് സൗഹൃദമാണ്. ബാക്കി എല്ലാ ബന്ധത്തിനും, കാമുക ബന്ധത്തിന് പരിധിയുണ്ട്, ഭാര്യ ഭർത്തൃ ബന്ധത്തിന്, എന്തിന് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തിന് പോലും പരിധിയുണ്ട്, കണ്ടീഷനുണ്ട്. കണ്ടീഷനില്ലാത്ത ഒരേ ഒരു ബന്ധം സൗഹൃദമാണ്. അതുകൊണ്ടാണ് സൗഹൃദത്തിലായിരിക്കുന്ന സമയത്ത്, സുഹൃത്തുക്കൾ തമ്മിൽ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും മാറി നിൽക്കും, കുറച്ച് സമയത്തേക്കെങ്കിലും മാറി നിൽക്കും. അങ്ങനെ നമ്മൾ അനുഭവിക്കുന്ന, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മാറി നിൽക്കാൻ സഹായിക്കുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ആത്മാന്വേഷണത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെയുള്ള ഇടങ്ങൾ മനുഷ്യർ, നമുക്ക് സൗഹൃദം എന്ന് പറയുന്നത് മനുഷ്യനായിട്ട് മാത്രമല്ല. നമ്മളിപ്പോൾ രാവിലെ ഇവിടെ വന്നിരിക്കുമ്പോൾ, വെറുതെ പുഴ നോക്കിയിരിക്കുമ്പോൾ, ഞാനിങ്ങനെ അങ്ങോട്ടേക്ക് നോക്കിയിരിക്കുകയായിരുന്നു, ഉമയും ഗോപരായേട്ടനൊക്കെ പാടുമ്പോൾ. അപ്പോൾ അവിടെ അങ്ങ് അറ്റത്തൊരു പശു ഇങ്ങനെ പുഴയിലേക്ക് നോക്കി ഇങ്ങനെ നിശ്ചലമായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച, ഇങ്ങനെ എത്രയോ സമയമായിട്ട് അറ്റത്ത്. നമ്മളൊക്കെ അങ്ങനെ ഇരിക്കുന്നവരാണ്. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന നമ്മളെ നമ്മൾ പലപ്പോഴും കാണുന്നില്ല എന്നേ ഉള്ളൂ. അപ്പം നമ്മളിലുള്ള ഒരു വലിയ സാധ്യതയാണത്, ആകാശം നോക്കിയിരിക്കാനുള്ള സാധ്യത. നമ്മളിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്ന മനസ്സിനെ
ഒഴിവാക്കി കിട്ടാൻ സഹായിക്കുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതിലൊന്നാണ് നമ്മളുടെ ഈ ഒരു കൂടൽ, ഇങ്ങനെയുള്ള ഇരിപ്പുകൾ, വർത്തമാനങ്ങൾ, പാട്ട് കേൾക്കലൊക്കെ ഒരാകാശം നോക്കി കിടക്കലാണ്. പക്ഷെ ആ ആകാശം നോക്കി കിടക്കണമെങ്കിൽ ആഗ്രഹങ്ങൾ കുറച്ചെങ്കിലും അറ്റു വീഴണം, അല്ലാതെ പറ്റില്ല. ഇപ്പം നമ്മളിവിടെ വരുമ്പോൾ ഇവിടെയുള്ള സൗകര്യങ്ങളോ ഒന്നും നമ്മളെ ബാധിക്കുന്നില്ല. ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം, അതായിരിക്കണം, ഇതായിരിക്കണം എന്നുള്ള നമ്മൾ സാധാരണ തൂങ്ങി നിൽക്കുന്ന ആഗ്രഹങ്ങളൊക്കെ അറിയാതെ അറ്റു വീഴുന്നുണ്ട് നമ്മളിങ്ങനെ കുറച്ച് മനുഷ്യർ ഒരുമിച്ചിരിക്കുമ്പോൾ. ആർക്കും വ്യക്തിപരമായ താല്പര്യങ്ങളില്ല. വ്യക്തിപരമായ താല്പര്യങ്ങളുണ്ടെങ്കിൽ ഈ കൂട്ടത്തിലിരിക്കാനും പറ്റില്ല. നമ്മളുടെ തികച്ചും വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളെ മാറ്റിവെക്കുകയും എല്ലാവരും കൂടിച്ചേർന്ന് ഇരിക്കാവുന്ന താല്പര്യത്തെ ഉണർത്തി വയ്ക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളുടെ ആഗ്രഹങ്ങൾ അറ്റുവീഴുള്ളൂ. ആഗ്രഹങ്ങൾ തനിയെ അറ്റുവീഴില്ല. അപ്പുറത്തിരിക്കുന്ന ഒരാളായിട്ട് ചേർന്നിരിക്കാൻ കഴിയുമ്പോഴേ അറ്റുവീഴുള്ളൂ. അപ്പം ഇത്രയും പേരുടെ വിശപ്പും താല്പര്യങ്ങളും സമാധാനവും ഞാൻ എൻ്റെ ലക്ഷ്യമാക്കുമ്പോൾ വിശാലമായ ഒരാഗ്രഹമാക്കി മാറ്റിയാലാണ് സങ്കുചിതമായ ആഗ്രഹങ്ങൾ അറ്റുവീഴുള്ളൂ. ആഗ്രഹത്തെ ഇല്ലാതാക്കാൻ നമുക്ക് പറ്റില്ല. ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ജീവൻ്റെ വിശപ്പാണ്. ആഗ്രഹിക്കുക, സാക്ഷാത്കരിക്കുക, ആഗ്രഹിക്കുക, സാക്ഷാത്കരിക്കുക, ആഗ്രഹിക്കുക, പ്രയത്നിക്കുക, സാക്ഷാത്കരിക്കുക. ഈ ഒരു പ്രോസസ്സ് ജീവനില്ലെങ്കിൽ ജീവിക്കുന്നു എന്ന് തോന്നില്ല. പക്ഷെ നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും എനിക്ക് വേണ്ടി ആഗ്രഹിക്കുക, എനിക്ക് കിട്ടാൻ വേണ്ടി മാത്രം പ്രയത്നിക്കുക, എനിക്ക് കിട്ടാൻ വേണ്ടി മാത്രം സാക്ഷാത്കരിക്കുക എന്ന ലക്ഷ്യത്തെ വെച്ച് ജീവിക്കുന്നവരാണ്. ആ ആഗ്രഹത്തെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. ആ ആഗ്രഹങ്ങളെ എക്സ്പാൻഡ് ചെയ്യുന്നതിനെയാണ് ആഗ്രഹങ്ങൾ അറ്റുവീഴുക എന്ന് പറയുന്നത്. അറ്റുവീഴേണ്ടത് ആഗ്രഹങ്ങളല്ല, സങ്കുചിതത്വമാണ്. ആഗ്രഹങ്ങളിലെ സങ്കുചിതത്വമാണ് അറ്റുവീഴേണ്ടത്. ആഗ്രഹം ഇല്ലാതാക്കാൻ പറ്റില്ല. നമ്മൾ മോക്ഷത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, മോഹം ക്ഷയിച്ചാൽ മോക്ഷം എന്ന് പറഞ്ഞു. മോഹത്തെ ഇല്ലാതാക്കാൻ പറ്റില്ല, ക്ഷയിപ്പിക്കാൻ പറ്റും. മോഹത്തെ ക്ഷയിപ്പിക്കാൻ പറ്റുക എനിക്ക് വേണ്ടി മാത്രമുള്ള മോഹത്തിൻ്റെ സ്ഥാനത്ത് നമുക്ക് വേണ്ടി മോഹിച്ചു തുടങ്ങിയാൽ മതി. മോഹം എന്ന് പറയുന്നത് ഒരു വിത്താണ്. അത് ജീവൻ്റെ സഹജ സ്വഭാവമാണ്. അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്. അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ വിരസതയുണ്ടാവും. നമ്മൾ വൈരാഗികളാവും. നമ്മളിപ്പോൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള വൈരാഗ്യം, മറ്റേ വൈരാഗ്യം വിശേഷേണയുള്ള രാഗമാണ്. വിശേഷേണയുള്ള രാഗമാണ് ഉണ്ടാവേണ്ടത്. നമുക്കിപ്പോഴുള്ള രാഗം നമ്മളോട് മാത്രമാണ്. അതിനെ സർവരോടുമുള്ള രാഗമാക്കി മാറ്റണം. അതിന് പറയുന്ന പേരാണ് അനുരാഗം എന്ന്. പരമപ്രേമരൂപാ ഭക്തി എന്ന് പറയും. പ്രേമരൂപാ ഭക്തി എന്നല്ല, പരമപ്രേമരൂപാ ഭക്തി എന്നാണ്. വൈയക്തികമായ പ്രേമം മാറിയിട്ട് സമഷ്ടിയിൽ അധിഷ്ഠിതമായ പ്രണയം ഉള്ളിലുണ്ടാകണം. അതിനെയാണ് അനുരാഗം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളുടെ വ്യക്തിയാധിഷ്ഠിതമായ ആഗ്രഹങ്ങളെ സമഷ്ട്യാധിഷ്ഠിതമായ ആഗ്രഹങ്ങളാക്കി മാറ്റുക എന്ന് പറയുന്ന ഒന്നാണ് ആഗ്രഹമറ്റിരിക്കുക എന്ന് പറയുന്നത്. ഏതൊക്കെയോ അർത്ഥത്തിൽ അതിൻ്റെ കുറച്ചെങ്കിലും അനുഭവത്തിലാണ് ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്നത്. ഒരുപക്ഷെ ഹാളിൽ ഇരുന്നാൽ ഇത്ര കിട്ടില്ലായിരുന്നു. കുറച്ചും കൂടി ആകാശം നോക്കി എന്നാണ് അർത്ഥം. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു ഇടം, സാജൻ പറഞ്ഞു നമുക്ക് ഇവിടെ ഇരിക്കാം, കുറച്ചും കൂടി വിശാലമായിട്ടിരിക്കാൻ പറ്റും. കാരണം എന്താ, കുറച്ചും കൂടി ആയാസമില്ലാതിരിക്കാൻ പറ്റും. അപ്പം നമുക്ക് ആയാസമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. ഇവിടെ വന്നെങ്കിലും ഇവിടെ ഉള്ളതിൽ ഏറ്റവും ആയാസരഹിതമായിട്ടിരിക്കാവുന്ന ഇടമാണ് നമ്മൾ അടുത്ത അന്വേഷണം. ഇതിന് പറയുന്ന പേരാണ് ആത്മാന്വേഷണം. ആത്മാന്വേഷണം വളരെ എക്സ്റ്റേണലാണ്. നമ്മളിങ്ങനെ കണ്ണടച്ചുള്ളിലേക്കൊന്ന് നോക്കി കണ്ടെത്തേണ്ടതല്ല. നമ്മളിവിടെ വന്ന് ചെയ്ത കാര്യത്തിന് പറയുന്ന പേരാണ്. എൻ്റെ സത്തയെ, എൻ്റെ ഉണ്മയെ, എൻ്റെ സമാധാനത്തെ ഏറ്റവും ആഴത്തിൽ അനുഭവിക്കാനുള്ള
അന്തരീക്ഷം ആരായലാണ് ആത്മാന്വേഷണം. അതാണ് ഇപ്പോൾ നമ്മളിവിടെ വന്ന് ചെയ്തത്. ഇവിടെ വന്ന് ആദ്യം വന്നിട്ട് എവിടെ ഇരിക്കാൻ പറ്റും നോക്കി. ആദ്യം സാജൻ വന്നിട്ട് ഇപ്പോൾ മൊത്തം നോക്കി, ഇത് കൊള്ളാമോ എന്ന് നോക്കുന്നു. ഒരു ഹാള് കാണുന്നു, ഇത് കുഴപ്പമില്ല, എക്കോ ഉണ്ട്, ജനൽ തുറന്നിട്ടാൽ മതി എന്ന് തീരുമാനിക്കുന്നു. ഇതൊക്കെ ആത്മാന്വേഷണമാണ്. പിന്നെ നമ്മളിവിടെ വന്നു, ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കണം. എല്ലാ ഉത്തരവും കിട്ടിയിട്ട് ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ പറ്റില്ല. ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചാലാണ് ഇങ്ങനൊരു പുഴയോരം കിട്ടുള്ളൂ. പക്ഷെ ആദ്യം വന്ന ആ കെട്ടിടം മാത്രം നോക്കിയാൽ ഇതെന്ത് കുറേ സിമൻറ്റ് കെട്ടിടം, ഇവിടെ വന്നിട്ട് എന്തിനാ, ആ ഒരു രീതിയിലുള്ള നിഷേധാത്മകമായ ബുദ്ധിയാണ് നമുക്ക് ആദ്യം ഇല്ലാണ്ടാവേണ്ടത്. അപ്പോൾ അവിടെ വന്നു, അത് കണ്ടു, കൊള്ളാൻ കുഴപ്പമില്ല, പക്ഷേ ഒരുവിധം കുഴപ്പമില്ലെങ്കിലും നമുക്ക് പോകാമെന്ന് തീരുമാനിക്കുന്നു. നമ്മളിവിടെ വരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ബിൽഡിംഗ് ഇല്ലാണ്ടായി. അത് ആദ്യം സംഭവിച്ചത് അതാണ്. സൗകര്യമൊന്നും പ്രധാനമല്ല. രാത്രി ഉറക്കമില്ലാതെ ഇരുന്നിട്ട് പോലും രാവിലെ എല്ലാവരും നേരത്തെ എഴുന്നേൽക്കുന്നുണ്ട്. അത് ആർക്കും വലിയ ക്ഷീണമൊന്നും കാണില്ല. 3 മണിക്കൊക്കെയാണ് ഗീതേച്ചൊക്കെ ഉറങ്ങിയിട്ടുള്ളത് എല്ലാവരും. അപ്പോൾ അവിടെ കിടന്നുറങ്ങി. എന്നാലും രാവിലെ നമ്മളൊക്കെ സാധാരണ എങ്ങനെയാണ്, ഒരു 11 മണിക്ക് കിടന്നുറങ്ങിയാൽ എങ്ങനെ 6 മണിക്ക് എഴുന്നേൽക്കാമെന്ന് ചോദിക്കുന്നവരാ. പക്ഷെ 3 മണിക്ക് കിടന്നുറങ്ങിയിട്ടും രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ ആർക്കൊരു പ്രശ്നമല്ല. കാരണം എന്താ, നമ്മൾ ആത്മാന്വേഷണത്തിൻ്റെ ഒരു പടി മുമ്പോട്ട് വെച്ചതുകൊണ്ടാണ്. അങ്ങനെ അവിടെ വന്നു. അവിടെ നമ്മൾ ആ ഹാളിലിരുന്നു. അവിടെ ഹാളിലിരിക്കാൻ തീരുമാനിച്ചു. പക്ഷേ പിറ്റേന്ന് രാത്രിയിൽ എല്ലാവർക്കും തോന്നുകയാണ് ഇവിടെ ഇതായിരിക്കും കുറച്ചും കൂടി നല്ല സ്ഥലം. കാരണം നമ്മൾക്ക് അനായാസമായ ഒരു അന്തരീക്ഷം നമ്മളുടെ ബോധത്തിൽ അനുഭവിക്കണമെന്ന ഒരു നിർബന്ധമുണ്ട്. കാരണം എന്താ നിർബന്ധം ഉണ്ടാവാൻ കാരണം, എങ്ങനെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കഴിഞ്ഞുകൂടിയാൽ മതി എന്ന് നമ്മൾ പറയാൻ കാരണം, നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതുകൊണ്ടാണ്. നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോഴാണ് എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ഉള്ളത് വെച്ച്, ഇരുട്ടാണെങ്കിൽ ഇരുട്ട്, ഇവിടെ അങ്ങ് കഴിഞ്ഞുകൂടാന്ന് തീരുമാനിക്കുന്നു. പക്ഷേ ഏതെങ്കിലും അർത്ഥത്തിൽ നമുക്ക് കുറച്ചും കൂടി വിശാലമായിട്ടുള്ള ഒരു ബോധാകാശം ഉണ്ടായി വന്നാൽ, അങ്ങനെ ഉണ്ടായി വന്നതാണ് നമ്മൾ കുറച്ച് മനുഷ്യർ ഒരുമിച്ചിരുന്നപ്പോൾ കണ്ടുമുട്ടിയപ്പോൾ ഉണ്ടായി. ഉടനെ അന്വേഷണം വിശാലമായി. അങ്ങനെ കൂടിയപ്പോഴാണ് വിശാലമായത്. ഉള്ളതിൽ തൃപ്തിയരായി ആ ഇരുട്ടിൽ തന്നെ ഇങ്ങനെ കഴിഞ്ഞുകൂടിയേക്കാം എന്ന് കരുതുന്ന മനസ്സ് ഉണരുന്നത് അവരവരിലേക്ക് നോക്കിയപ്പോഴല്ല, എല്ലാവരിലേക്കും നോക്കിയപ്പോഴാണ്. അങ്ങനെ കുറച്ച് മനുഷ്യർ വന്നു, ചായ കുടിച്ചു, വർത്തമാനം പറഞ്ഞു, പാട്ടൊക്കെ പുറത്തിരുന്ന് പാട്ടൊക്കെ പാടി കഴിഞ്ഞപ്പോൾ നാളെ രാവിലെ നമുക്ക് കുറച്ചും കൂടി നല്ലൊരു സ്പേസിൽ ഇരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം വെളിച്ചത്തിൽ ഇരുന്നാൽ മാത്രമേ വെളിച്ചം തേടുന്ന ബോധം ഉണ്ടാവും. പക്ഷെ വെളിച്ചം കണ്ടിട്ട് പോയേക്കാമെന്ന് കരുതിയാൽ ഒരിക്കലും വെളിച്ചത്തിലേക്ക് നമ്മൾ പോവില്ല. ഇരുട്ടിൽ നിന്ന് ചാടി എഴുന്നേറ്റാൽ മാത്രമേ വെളിച്ചത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷെ ഒരിക്കലെങ്കിലും നമ്മൾ ചെറിയൊരു ഇത്തിരി വട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വെളിച്ചത്തെ കൂട്ടിക്കൊണ്ടുവരുന്നത് ആലോചിക്കുക എന്നല്ലാതെ അതായിരിക്കും നമ്മളുടെ മുഖ്യമായ ചിന്താവിഷയം. ഇരുട്ടിലായിരിക്കുന്ന സമയത്ത് നമ്മളുടെ മുഖ്യമായ ചിന്താവിഷയം നമ്മുടെ ഇരുട്ട് മാത്രമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ വിഷമം അനുഭവിച്ചിരിക്കുമ്പോൾ ആ വിഷമത്തിൽ തന്നെ മുങ്ങിയിരിക്കാതെ നമുക്ക് കുറച്ചും കൂടി വെളിച്ചം തരുന്ന എന്തിലേക്കെങ്കിലും ഒന്ന് എടുത്തു ചാടാൻ പറയുന്നത്. അതൊരു സുഹൃത്താവാം, വെറുതെ വീടിൻ്റെ പുറത്തിറങ്ങി നടന്നാൽ മതി. പായാസമെല്ലാം അകന്താൻ ആകാശം നോക്കി ഇരിക്കണം, ആകാശം നോക്കിയിരിക്കാൻ ആഗ്രഹമറ്റങ്ങിരിക്കുകയാണെന്ന് പറയുന്നതാണ് ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ ചെയ്തത്. നമ്മളിപ്പോൾ ആകാശം നോക്കിയിട്ടാണ് ഇരുന്നത്. നമ്മളിലേക്കും അല്ല നോക്കിയിട്ടുള്ളത്, പുറത്തേക്കും അല്ല നോക്കിയത്. പുറത്തേക്ക് നോക്കിയപ്പോൾ നമ്മളെപ്പോഴും നമ്മളെ നോക്കിയിരിക്കുന്നവരായതുകൊണ്ടാണ് കണ്ണടച്ച് നമ്മളെ നോക്കിയിരിക്കരുത് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും നമ്മളെ തന്നെ നമ്മുടെ ചിന്ത, നമ്മുടെ പ്രശ്നങ്ങൾ മാത്രം നോക്കിയിരിക്കുന്നു. ആ പ്രശ്നത്തെ മാറ്റാൻ എന്താണ് ചെയ്യുക? പുറത്തേക്ക് വൃത്തിയായി നോക്കി ശീലിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇരിക്കുമ്പോൾ പരമാവധി പുറത്തേക്ക് നോക്കാൻ പറയുന്നത്. നമ്മളിൽ നിന്നുള്ള പിടിപിടിയിപ്പിക്കാൻ. നമ്മൾ ആദ്യം കേട്ട ശബ്ദമല്ലല്ലോ കുറച്ച് കഴിഞ്ഞപ്പോൾ കേട്ടേ, ശബ്ദങ്ങൾ കൂടുതൽ കേൾക്കാം. ആദ്യത്തെ ആഗ്രഹത്തിൻ്റെ സ്വഭാവം ഞാൻ, എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ താല്പര്യങ്ങൾ എന്നാണ്. അത് നമ്മളുടെ മുഴുവൻ സമാധാനത്തിൻ്റെ താല്പര്യത്തിലേക്ക് വികസിപ്പിക്കുമ്പോൾ
ഉണ്ടാകുന്നത് നമ്മൾ ഹാളിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നിരിക്കും എന്നുള്ളതാണ്. ഇതൊന്നും നമ്മുടെ വ്യക്തിപരമായ താല്പര്യമല്ല, എല്ലാവരുടെയും സ്വസ്ഥതയെ ലക്ഷ്യമാക്കിയതുകൊണ്ടുണ്ടായതാണ്. ഇതൊരു ആത്മാന്വേഷണത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ നമ്മൾ ആത്മാവ് ഉപയോഗിച്ചിട്ട് പോലുമില്ല. ഇവിടെ ദൈവമില്ല, ആത്മാവില്ല, ഒന്നുമില്ല. പക്ഷേ ദൈവാനുഭവവും ആത്മാനുഭവവും ഉണ്ട്. ആ ബഹളത്തെ കൂടി ഉൾക്കൊണ്ടിട്ട് നമുക്കിവിടെ ഇരിക്കാൻ പറ്റണം. അതിനെയാണ് സാക്ഷിയായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ. ഈ കാറ്റിനെ കാണണം, അനുഭവിക്കണം, പുഴയെ അനുഭവിക്കണം, ആ ശബ്ദത്തെ അനുഭവിക്കണം, എൻ്റെ വാക്ക് അനുഭവിക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അത് ആത്മാനുഭവം ആവുള്ളൂ. പക്ഷെ അവരൊന്ന് ആ ബഹളം നിർത്തിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു, ഞാൻ എന്നിൽ മാത്രമായി. അതിന് നമ്മളങ്ങനെ അയച്ചയച്ചിരിക്കുക എന്ന് പറയുന്നതാണ്. അതിനാണ് അയവ് എന്ന് പറയുന്നത്. അതാണ് നമ്മളുടെ സിസ്റ്റം. നമ്മൾ പരിണാമമൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് കോടിക്കോടി വർഷങ്ങൾ ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ശരീരമാണ്. ഈ ശരീരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്, മറ്റ് ജീവികളെ അപേക്ഷിച്ച്. ഭൂമിയുടെ സർവ മേഖലകളിലേക്കും, ജീവന് നിലനിൽക്കാൻ കഴിയുന്ന സർവ മേഖലകളിലേക്കും പ്രസരിക്കാൻ മനുഷ്യവംശത്തിന് കഴിഞ്ഞതിൻ്റെ കാരണം ഉൾക്കൊള്ളാനുള്ള കഴിവാണ്. ജൈവികമായിട്ട് സൂക്ഷ്മബോധത്തിൽ ഉൾക്കൊള്ളാനുള്ള കഴിവ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ നമ്മളുടെ തുറവിയിലേക്ക് വരണം എന്ന് പറയുന്നു. നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ മാത്രമേ പരിണമിച്ച നമ്മളെ അനുഭവിക്കാൻ പറ്റൂ. നമ്മൾ പൊതുവേ നമ്മളെ അനുഭവിക്കുന്നത് പരിണമിക്കാത്ത മനുഷ്യബോധത്തെയാണ്. അതുകൊണ്ടാണ് പണ്ട് ഗുരുക്കന്മാർക്ക് ആസുരം, മാനുഷം, ദൈവികം എന്ന് പറയേണ്ടി വന്നത്. ഏറ്റവും പരിണമിച്ച ബോധമാണ് ദൈവികം. നമ്മളിൽ തന്നെയുള്ള ആദ്യത്തെ പരിണമിച്ച് മനുഷ്യ ശരീരം രൂപപ്പെട്ടു വന്നപ്പോഴുണ്ടായ ബോധഭാവമാണ് ആസുരീയത. ഞാൻ എൻ്റേത് മാത്രം എന്ന് പറയുന്നതിനാണ് ആസുരീയത എന്ന് പറയുന്നത്. മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ മനുഷ്യർ മുഴുവൻ നമ്മളാണെന്ന് പറയുന്നതാണ് മനുഷ്യത്വം. വളരെ സിമ്പിളാണത്. മനുഷ്യർ മുഴുവൻ നമ്മളാണ്, ബാക്കിയൊക്കെ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് ഇതിന് പറയുന്നത്. അത് കുറച്ചും കൂടി ഉയർന്ന അവസ്ഥയാണ്. മറ്റത് ഞാൻ, ഞങ്ങൾ എന്ന് പറയുന്ന കുറച്ച് പേരും ബാക്കി എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയിട്ടാവണമെന്ന് പറയുന്നതാണ് ആസുരീയത. മനുഷ്യത്വം എന്ന് പറയുന്നത് മനുഷ്യവംശം, ബാക്കിയൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. ദൈവികത എന്ന് പറയുന്നത് സർവം, ഈശാവാസ്യമിതം സർവം, യത് കിഞ്ച ജഗത്യാം ജഗത് എന്ന് പറയുന്നതാണ്. സർവം, മനുഷ്യനവിടെ ഒരു ഏകകം മാത്രമാണ്. അങ്ങനെയുള്ള ഒരു ഞാൻ എൻ്റെ എന്ന് പറയുന്ന തികച്ചും ജൈവികമായ ഒരു ഭാവത്തിൽ നിന്ന് തുടങ്ങി നമ്മൾ പരിണമിച്ച് നമ്മളിൽ എത്തിയിട്ടുള്ള, നമ്മൾ വേണ്ടത്ര അനുഭവിച്ചിട്ടില്ലാത്ത നമ്മളിൽ തന്നെയുള്ള ആ ദൈവികമായ ഭാവമായ ദൈവികതയിലേക്ക് ഉണരാൻ നമ്മൾ അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടതുണ്ട്. മുറിയിലിരുന്ന് ചിന്തിച്ചാൽ കിട്ടില്ല. ചിന്ത കൊണ്ട് അനുഭവിക്കുന്നതൊക്കെ സാങ്കല്പിക ശരീരഭാവം മാത്രമാണ്. നമ്മൾ ഇവിടെ ഇങ്ങനെ വന്ന് കൂടണമെന്ന് തീരുമാനിച്ചത് മുതൽ നമ്മൾ സന്തോഷം അനുഭവിക്കുന്നുണ്ട്. അത് തികച്ചും സാങ്കല്പിക സന്തോഷമാണ്. പക്ഷെ ഇവിടെ വന്ന് കഴിഞ്ഞ് ഒരുമിച്ച് പരസ്പരം ഇടപഴകിയും ഉണ്ട്, ഒരു പ്രാക്ടീസാണ്. സാധന എന്ന് പറയുന്നത് അതാണ്. നമ്മൾ വ്യത്യസ്തരായ മനുഷ്യർ നമ്മൾ ഇടപഴകി, ഇന്നലെ രാത്രി വന്ന് പാടി, മുറിയിലിരുന്ന് നാടൻ പാട്ട് പാടി, കൈകൊട്ടി, ആടി പാടി, അങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നപ്പോഴാണ് അപ്പോഴനുഭവിക്കുന്ന അനുഭൂതിയും സങ്കല്പത്തിൽ അനുഭവിക്കുന്ന അനുഭൂതിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പം അനുഭവിക്കുന്നത് സമാധാനമാണ്, ഒരു സ്വസ്ഥതയാണ്. അറ്റ് ഈസ് എന്ന് പറയുന്ന ഒരു ഈസ്നെസ്സാണ് അനുഭവിക്കുന്നത്. അത് നമ്മളുടെ ആഗ്രഹമറ്റതിൻ്റെ ഒരു ലക്ഷണമാണ്. ഞാൻ എൻ്റെ എന്ന് പറയുന്ന ആഗ്രഹം അറ്റതിൻ്റെ ലക്ഷണമാണ്. ആയാസമെല്ലാം അകന്നിടാൻ ആകാശം നോക്കി കിടക്കണം, ആകാശം നോക്കി കിടക്കാനായി ആഗ്രഹമറ്റങ്ങിരിക്കണം. അടുത്തൊരു മൊഴിയാഴം കൂടി പറഞ്ഞിട്ട് നമുക്ക് നമ്മളുടെ മൊഴിയാഴത്തിൻ്റെ ക്ലാസ് അവസാനിപ്പിക്കാം. മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും മനസ്സില്ലാതായാൽ നന്നായി.
മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും മനസ്സില്ലാതായാൽ നന്നായി. നമ്മളുടെ ഈ ഒരു ഇരിപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഈ രണ്ട് അവസാനത്തെ മൊഴിയാഴവും വന്നത് വളരെ സന്തോഷമുള്ള കാര്യം. നമ്മൾക്കിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആർക്കും പുതിയ അറിവ് കിട്ടണമെന്നൊന്നും ഒരാഗ്രഹമില്ല. ഇനി ഒരു അറിവ് കിട്ടിയിട്ട് വേണം അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കടക്കാനെന്ന് ആഗ്രഹമില്ല. ഇപ്പം ഞാൻ എന്നിലേക്ക് നോക്കുമ്പോൾ എനിക്കിങ്ങനെ സമാധാനത്തിൽ ഇങ്ങനെ ഇരിക്കാൻ സഹായിക്കുന്ന വാക്കുകൾ കിട്ടിയാൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞ അയവിലായിരിക്കുക എന്ന് പറയുന്നതാണ് മനസ്സില്ലാതിരിക്കുക എന്ന് പറയുന്നത്. കാര്യങ്ങൾ ഒരുപാട് മനസ്സിലാക്കിയത് കൊണ്ട് ആർക്കും സമാധാനം ഉണ്ടായിട്ടില്ല. മനസ്സിലാക്കാതെ ഇരുന്നിട്ടുള്ളവർക്കും സമാധാനം ഉണ്ടായിട്ടില്ല. ചിലർ പറയാറുണ്ട്, എന്തിനാണ് ഇത്രമാത്രം അറിവുണ്ടാക്കുന്നത്? അറിവൊരു ഭാരമാണ്. അറിവ് ഭാരമൊന്നുമല്ല. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്താണ് കാര്യം? അതുകൊണ്ട് ഞാൻ എല്ലാ പരിപാടിയും നിർത്തി. എന്നിട്ട് സ്വസ്ഥത ഒന്നുമില്ല. ഈ പരിപാടി നിർത്തി എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമായിട്ട് കരുതാണ്. പരിപാടി നിർത്തിയതോ പരിപാടി തുടരുന്നതോ അല്ല വിഷയം. മനസ്സിലാകുന്നുണ്ടോ, മനസ്സില്ലാതെ ആകുന്നുണ്ടോ, മനസ്സിലാക്കാൻ പറ്റാതെ ആവുന്നുണ്ടോ എന്നുള്ളതൊന്നുമല്ല വിഷയം. നമുക്ക് സ്വസ്ഥത അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പം നമ്മളൊരുപാട് പ്രാക്ടിക്കലായിട്ടൊക്കെ ചിന്തിച്ച് ഇവിടേക്ക് നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ടേക്കുള്ള വരവ്, ഇവിടെ വന്നിരിക്കുക എന്ന് പറയുന്നത് വേണമെങ്കിൽ ഒഴിവാക്കായിരുന്നു. കുറച്ച് കഴിഞ്ഞാൽ വെയിലടിക്കും, കഴിഞ്ഞിപ്പോൾ വയറിങ്ങോട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമല്ലേ, പിന്നെ കസേരയൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരണ്ടേ, അവിടെ തന്നെ വെച്ചാൽ മതിയല്ലോ, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഇത് ഒഴിവാക്കാൻ പറ്റും. നമ്മുടെ അറിവ് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത് കംപ്ലീറ്റ് ക്യാൻസൽ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ നമ്മൾ തിരിച്ചാണ് ചിന്തിക്കാൻ കാരണം എന്താണ്? അപ്പോൾ വേണമെങ്കിൽ പ്രാക്ടിക്കലായിട്ട് പറയാം, നമ്മൾക്ക് പറയണത് കേട്ടാൽ പോരെ, പരസ്പരം സംസാരിച്ചാൽ പോരെ, അതിന് കുറച്ചും കൂടി അടഞ്ഞൊരു സ്പേസിലിരിക്കല്ലേ നല്ലതെന്നൊക്കെ പറയാം. പക്ഷെ നമ്മൾ ലക്ഷ്യമാക്കുന്നത്, നമ്മൾ ഈ കൂടിയതിൻ്റെ പിന്നെ ലക്ഷ്യമാക്കുന്നത് മനസ്സില്ലാണ്ടിരിക്കണം എന്നുള്ളതാണ്. എന്തെങ്കിലും വലിയ ആശയങ്ങൾ മനസ്സിലാക്കണം എന്നല്ല, നമുക്ക് ഏറ്റവും മനസ്സില്ലായ്മ അനുഭവിക്കണം, ഭാരമില്ലായ്മ അനുഭവിക്കണം. അതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് മനസ്സിലായോ മനസ്സിലായില്ലേ എന്നുള്ളത് ഒരു വിഷയമേ അല്ല. ഇപ്പോൾ ഈ മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ, മന്ത്രം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മനസ്സിനെ ത്രാണനം ചെയ്യുന്നത് എന്നാണ്, മനസ്സിനെ രക്ഷിക്കുന്നത്, മനസ്സിനെ ഏറ്റവും അനായാസതയിലേക്ക് കൊണ്ടുപോകുന്നത്, മനസ്സില്ലാതെയാക്കുന്നത് എന്നർത്ഥം. ഈ ഇരിപ്പ് ഒരു മന്ത്രമാണ്. നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ഒരു മന്ത്രമാണ്. കാരണം നമ്മളെ കുറച്ചും കൂടി അനായാസതയിലേക്കും പ്രശാന്തിയിലേക്കും കൊണ്ടുപോകാൻ ഈ അന്തരീക്ഷം സഹായിക്കുന്നുണ്ട്. വാക്കും മന്ത്രമാണ്. ഞാൻ പറയുന്നൊരു വാക്ക് മുഷ്ടി ചുരുട്ടി ആക്രോശിച്ച് പറഞ്ഞാൽ അതൊന്നുകിൽ മനസ്സിലാവും, അല്ലെങ്കിൽ മനസ്സിലാവില്ല. പക്ഷെ ഇപ്പം ഞാൻ ഇരുന്ന് പറയുമ്പോൾ എനിക്കെൻ്റെ മനസ്സില്ലാണ്ടാവുന്നുണ്ട്, സമാധാനമുണ്ട്. അപ്പോൾ നമ്മളിതൊരു മനസ്സിലാക്കലോ മനസ്സില്ലാതാക്കലോ മനസ്സിലാകാതെ ആവലോ അല്ല, ആ ഒരു എംപ്റ്റിനെസ് അനുഭവിക്കാൻ, കുറച്ചും കൂടി ഒരു അയവനുഭവിക്കുന്നതിൻ്റെ ലക്ഷണം മനസ്സില്ലാതെ, ഞാനൊരു മനസ്സില്ലാത്ത അവസ്ഥയിലാണ് ആയിരിക്കുന്നത് എന്നതിനൊരൊറ്റ ലക്ഷണമേ ഉള്ളൂ, എൻ്റെ പുറത്തുള്ളതിനോട് എനിക്ക് കൺസേൺ ഉണ്ടോ എന്നുള്ളതാണ് ലക്ഷണം. വേറെ കൺസേൺ ഇല്ല. ഞാൻ വളരെ മനസ്സില്ലാതിരിക്കുന്ന ഒരാളാണെങ്കിൽ അപ്പുറത്ത് ഒരു നായോ പൂച്ച വന്നാൽ അതിന് വിശക്കുന്നുണ്ടെങ്കിൽ അറിയും, അതാണ് ലക്ഷണം. ഞാൻ മനസ്സോട് കൂടിയിരിക്കുന്ന ആളാണെങ്കിൽ എൻ്റെ എല്ലാ ആവശ്യങ്ങളും ഞാൻ അറിയും. മനസ്സോട് കൂടിയിരിക്കുന്ന ആളുടെയും മനസ്സില്ലാതിരിക്കുന്ന ആളുടെയും പ്രത്യേകത, മനസ്സുള്ള ആൾക്ക് എല്ലാം അറിയും, അയാളുടെ മാത്രമേ അറിയുള്ളൂ. മനസ്സില്ലാത്ത ആളുടെ ലക്ഷണം, അയാളുടേതറിയും, പക്ഷെ അതിനേക്കാൾ കൂടുതൽ ചുറ്റുപാടുള്ളതിൻ്റെ അറിയും. മനുഷ്യൻ്റെ മാത്രമല്ല, ചെടിക്ക് വെള്ളമൊഴിക്കാത്തതറിയും, പൂച്ചയ്ക്ക് വിശക്കുന്നുണ്ടെങ്കിൽ അറിയും, നായയ്ക്ക് വിശക്കുന്നുണ്ടെങ്കിൽ അറിയും, തൊട്ട് മുമ്പിലൂടെ വരുന്ന ആളെ കാണുമ്പോൾ നമ്മളൊന്ന് ചിരിക്കും. മറ്റത് നമ്മളോട് ചേർന്നിരിക്കുന്നവരെ നോക്കി മാത്രമേ ചിരിക്കൂ. മനസ്സില്ലാത്തതിൻ്റെ ലക്ഷണം അതാണ്. അനുഭൂതി അല്ല മനസ്സില്ലാത്തതിൻ്റെ ലക്ഷണം. അനുഭൂതി മനസ്സിൻ്റെ ലക്ഷണമാണ്. അത് നമ്മളെപ്പോഴും അറിയണം. അനുഭൂതി മനസ്സിൻ്റെ ലക്ഷണമാണ്. അനുഭൂതിയിലിരിക്കുന്ന ആൾ അപ്പുറത്തിരിക്കുന്ന ആളെ കാണണമെന്നേയില്ല. പക്ഷേ മനസ്സില്ലാതിരിക്കുന്ന ആൾ അയഞ്ഞിരിക്കുന്ന ആളാണ്. ആളെല്ലാം കാണും.
എല്ലാറ്റിനെയും കാണും. ലക്ഷണം അത് മാത്രം. അടുത്തൊരു മൊഴിയാഴം, അവസാനത്തെ മൊഴിയാഴം, ആരും സർവജ്ഞരല്ല. ആരും സർവജ്ഞരല്ല. നമ്മൾ ഈ ഒരു മതവിശ്വാസികളോ ഗുരുവിശ്വാസികളായിട്ടുള്ള ആളുകളൊക്കെ എല്ലാം ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. അല്ലെങ്കിൽ നമ്മുടെ ഗുരുവിന് എല്ലാം അറിയാം. ക്രിക്കറ്റ് കളിക്കാൻ അറിയോ? അറിയില്ലല്ലോ. രമണ മഹർഷിക്ക് ക്രിക്കറ്റ് കളിക്കാൻ അറിയോ? അറിയില്ല. അവിടെ സർവജ്ഞത്വം എന്നുള്ള വാക്കിന് വേറൊരു ആശയാർത്ഥമാണുള്ളത്. പക്ഷേ ഒരു കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചാൽ ഉടനെ മതവിശ്വാസികൾ അവരുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് വിടി ഇതൊക്കെ ഞങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. എല്ലാ മനുഷ്യൻ്റെ അന്വേഷണങ്ങളും കണ്ടെത്തലുകളും ഇതൊക്കെ ഞങ്ങളുടെ ഗുരുവിന് അല്ലെങ്കിൽ ഞങ്ങളുടെ മതഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നും അറിഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ബാധ്യത വിശ്വാസികൾക്ക് വരാൻ കാരണം ഈ സർവജ്ഞത്വത്തിൻ്റെ അപകടമാണ്. സർവജ്ഞത്വം എന്ന് പറയുന്ന ഒന്നില്ല. നാളെയും അറിയാനായി കോടിക്കണക്കിന് സാധ്യതകൾ ഈ പ്രപഞ്ചത്തിൽ അവശേഷിക്കുന്നുണ്ടെന്നുള്ള അറിവാണ് സർവജ്ഞത്വം. ഒറ്റ സർവജ്ഞത്വമാണുള്ളത്. നമുക്കറിയാനായി, ഇനിയും അറിയാനായി കോടിക്കണക്കിന് സാധ്യതകൾ, വാതിലുകൾ തുറക്കാതെ അടഞ്ഞു കിടക്കുന്ന ഒരു പ്രപഞ്ചത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള അറിവാണ് സർവജ്ഞത്വം. അല്ലാതെ ഇനി വരാൻ പോകുന്നതും ഇപ്പോഴുള്ളതും കഴിഞ്ഞുപോയതുമായ ഭൗതികവും ആത്മീയവുമായ എല്ലാ കാര്യങ്ങളും ഇവിടെ അറിയാം എന്ന് പറയുന്നതിന് പറയുന്ന പേരാണ് അജ്ഞത. അതുകൊണ്ട് ലോകത്ത് സർവജ്ഞത എന്ന് പറയുന്ന ഒന്നില്ല എന്ന് അറിയലാണ് സർവജ്ഞത്വം എന്ന് പറഞ്ഞ് കഴിഞ്ഞ ഒരു വർഷത്തോളമായി നമ്മൾ തുടരുന്ന നമ്മളുടെ ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിൻ്റെ അതിങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഇങ്ങനെയൊരു പുഴയുടെ തീരത്ത് ഇങ്ങനെയുള്ള നമ്മളുടെ ഒരു സൗഹൃദ ഒത്തുചേരലിൽ അതിങ്ങനൊരു അവസാനത്തിലേക്ക് എത്തുന്നു അങ്ങനെ വിചാരിച്ചിട്ടില്ല. ഇതിങ്ങനെ സംഭവിച്ചതാണ്. അത് കൃത്യമായിട്ട് അങ്ങനെ വന്ന് ചേർന്നതാണ്. നമ്മൾ വളരെ ജീവിതത്തെ സൂക്ഷ്മമായിട്ട് അറിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത് സംഭവിക്കലുകളേ ഉള്ളൂ എന്ന്. കാൾ ഗുസ്താഫ് യുങ് അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി എഴുതിയപ്പോൾ പറഞ്ഞൊരു മനോഹരമായ വാക്കുണ്ട്. ഞാൻ ഇത്രയും നാൾ ജീവിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആരോ മനഃപൂർവ്വം എഴുതി വച്ച ഒരു തിരക്കഥ ജീവിച്ചതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്ന്. ഓരോ അനുഭവവും ഒന്നിനോടൊന്ന് കോർക്കപ്പെട്ടതുപോലെ ഞാൻ അനുഭവിക്കുന്നു. ഈ സൂക്ഷ്മതയുള്ള അറിവാണത്. നാരായണ ഗുരു പിണ്ടനന്ദിയിൽ പറയുന്നുണ്ട്, കൽപ്പിച്ച പോലെ വരുമെന്നു നിനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്നടിയൻ ഒക്കെയും അങ്ങ് ശംഭോ. അതെത്ര ആഴത്തിൽ നിന്നുള്ളൊരറിവാണെന്നുള്ളതാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ സംഭവിക്കാത്തത് കൊണ്ട് വിഷമിച്ച് ജീവിക്കുന്നവരാണ് നമ്മൾ. നമ്മൾ ആഗ്രഹിച്ച് സംഭവിച്ചതെല്ലാം നമ്മൾ ആഗ്രഹിച്ചതുകൊണ്ട് സംഭവിച്ചതല്ല എന്ന് തിരിച്ചറിയുന്ന ഒരു സമയം വരും. നമ്മൾ ആഗ്രഹിച്ച ചിലതും സംഭവിച്ചതിൽ വന്നു ചേർന്നേ ഉള്ളൂ. ആഗ്രഹിച്ചതുകൊണ്ടല്ല അത് സംഭവിച്ചത്. അത് നമുക്ക് മനസ്സിലാവുക ആ ജീവിതത്തിൻ്റെ സൂക്ഷ്മമായ കണ്ണിയിലേക്ക് ധ്യാനാത്മകമായി തിരിഞ്ഞൊഴുകുമ്പോഴാണ്. ആ തിരിഞ്ഞൊഴുകിയതുകൊണ്ടാണ് ഗുരു പ്രാർത്ഥിച്ചത്, ബന്ധുക്കളില്ല ബലവും ധനവും നിനക്കിൽ, എന്തൊന്ന് കൊണ്ടിത് വളർന്നതഹോ വിചിത്രം, എൻ തമ്പുരാൻ്റെ കളിയൊക്കെ ഇതെന്നറിഞ്ഞാൽ അന്ധത്വമില്ല അതിനു നീ അരുളീടണമേ.
ശംഭോ. അമ്മയുടെ ഗർഭപാത്രത്തിൽ 9 മാസം ഞാൻ പുലർന്നത് എൻ്റെ ആഗ്രഹപ്രകാരമല്ല. ബന്ധുക്കളില്ല, ബലമില്ല, ധനമില്ല, എൻ്റെ മനസ്സില്ല, ആഗ്രഹങ്ങളില്ല. ഏറ്റവും സങ്കീർണമായ, ജീവിച്ചിരിക്കാനുള്ള സാധ്യത ഏറ്റവും കുറഞ്ഞിരിക്കുന്ന അമ്മയുടെ ഗർഭപാത്രത്തിൽ ആ മാംസപിണ്ഡം 9 മാസം വളർന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് എന്ന് സൂക്ഷ്മമായി അറിഞ്ഞാൽ ഞാൻ ഇവിടെ ഇപ്പോഴും ജീവിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാകും എന്നാണ് ഗുരു പറയുന്നത്. ബന്ധുക്കളില്ല, ബലവും ധനവും നിനക്കിൽ, എന്തൊന്ന് കൊണ്ടിത് വളർന്നതഹോ വിചിത്രം. എൻ തമ്പുരാൻ്റെ കളിയൊക്കെ ഇതെന്നറിഞ്ഞാൽ, എൻ തമ്പുരാൻ്റെ കളിയൊക്കെ ഇതെന്നറിഞ്ഞാൽ, അന്ധത്വമില്ല അതിനു നീ അരുളീടു ശംഭോ. അതിനു നീ അരുളീടു ശംഭോ. കൽപ്പിച്ച പോലെ വരുമെന്നു നിനച്ചു കണ്ടിട്ട്, കൽപ്പിച്ച പോലെ വരുമെന്നു നിനച്ചു കണ്ടിട്ട്, അർപ്പിച്ചിടുന്നടിയൻ, അർപ്പിച്ചിടുന്നടിയൻ ഒക്കെയും അങ്ങു ശംഭോ. ഒക്കെയും അങ്ങ് ശംഭോ. നമസ്കാരം.